മറ്റാരുണ്ട് എന്ന തരത്തിലുള്ള ഒരു PR വർക്കിൻ്റെ ചോദ്യം ഉണ്ടല്ലോ. ആ ചോദ്യം തന്നെ നമ്മുടെ കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം നിഷ്പക്ഷരായ ആളുകളെ വിഷമിപ്പിക്കുന്നൊരു ചോദ്യമാണ് ഈ മറ്റാരുണ്ട് എന്ന് പറയും. ഏതായാലും കേരളത്തിലും തമിഴ്നാട്ടിലും എല്ലാവരും പ്രതീക്ഷിച്ചതിലപ്പുറമുള്ള ഭരണവിരുദ്ധ വികാരമാണ് തെരഞ്ഞെടുപ്പിൽ പ്രകടമായിട്ടുള്ളത് എന്ന് നമ്മൾ കാണുകയാണ്. ഇത്രയധികം 102 സീറ്റുകൾ UDFന് കിട്ടുകയും 36 സീറ്റുകളിലേക്ക് LDF താഴുകയും ചെയ്തിട്ടുള്ള വിധമുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലം ഒരുപക്ഷെ UDF പോലും പ്രതീക്ഷിക്കാത്തതാണ്. 100-ലധികം സീറ്റുകളോടുമൊക്കെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും അത്രക്കൊന്നും മുന്നണി പ്രതീക്ഷിച്ചിരുന്നില്ല, മുന്നണിയുടെ ഘടകകക്ഷികളും പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് വേണം പറയാൻ. അത്ര വലിയ ഭരണവിരുദ്ധ വികാരവും അതേപോലെ തന്നെ CPMനെ സംബന്ധിച്ചിടത്തോളം ആ CPMൻ്റെ അണികളിലുള്ള അവർ നിലനിർത്തിപ്പോരുന്ന സ്ഥിരമായ കോട്ടകളിൽ തന്നെ പ്രത്യേകമായി വോട്ടുകൾ ഒഴുകുകയും UDFലേക്ക് നീങ്ങുകയും CPMന് നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി എന്ന് നമുക്കറിയാം. ഇത് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം, ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു അകലെയാകുന്നതല്ലല്ലോ. ജനാധിപത്യം അടുക്കുന്ന രീതിയിൽ തന്നെയാണ് തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ. കാരണം മുന്നണികൾ മാറി മാറി വരുന്നതാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഇതുവരെയുള്ള സ്വഭാവം. ഈ ഒരൊറ്റ കഴിഞ്ഞ പ്രാവശ്യം മാത്രമാണ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഭരിച്ചിരുന്ന മുന്നണി തന്നെ അധികാരത്തിൽ വന്നത്. നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ന്യൂനപക്ഷമാണ് നിഷ്പക്ഷമായി ഈ ഭരണമാറ്റം എല്ലാ കാലത്തും ഉണ്ടാക്കുന്നതിന് വേണ്ടി നിർണായക ഘടകമായി മാറുന്നതെന്ന് നമുക്കറിയാം. അവരാണ് തിരഞ്ഞെടുപ്പുകളിൽ മാറി മാറി വോട്ട് ചെയ്തുകൊണ്ട് UDFനെയും LDFനെയും മാറി മാറി ഭരണത്തിലേറ്റാറുള്ളത്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഒഴുക്ക് തന്നെ ഈ തിരഞ്ഞെടുപ്പിൽ നടന്നു. ഏറെക്കുറെ CPMൻ്റെ അണികളിൽ വന്നിട്ടുള്ള വികാരവും പാർട്ടിക്കെതിരെ വന്നിട്ടുള്ള അവരുടെ തീരുമാനങ്ങളിൽ, അതായത് 75 വയസ്സ് കഴിഞ്ഞവരെയൊക്കെ സ്ഥാനാർത്ഥിയാക്കുന്നില്ലെന്ന നിലയിൽ തീരുമാനമെടുത്തതിൻ്റെ ശേഷമുള്ള സീറ്റ് നഷ്ടപ്പെട്ട വയസ്സ് ചെന്നിട്ടുള്ള വലിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കളൊക്കെ മാറി വന്നപ്പോൾ അവരൊക്കെ UDFൻ്റെ പിന്തുണയോടുകൂടെ മത്സരിച്ച് ജയിക്കുന്ന സ്ഥിതിവിശേഷത്തിൽ വരെ എത്തുമ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ അത് വലിയ പ്രയാസങ്ങളുണ്ടാക്കും, ഭിന്നിപ്പുകളുണ്ടാക്കും, പ്രതിഷേധങ്ങളുണ്ടാക്കുമെന്ന് സ്വാഭാവികമാണ്. ഇതുവരെ CPMൽ പ്രവർത്തിച്ചിരുന്ന വലിയ നേതാക്കൾ തന്നെ പല ഫണ്ടുകളുടെയും മറ്റും പേരിലൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ടാക്കുകയും വിവാദങ്ങളുണ്ടാക്കുകയും ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തതൊക്കെ പാർട്ടി അണികളിൽ പോലും പ്രയാസം സൃഷ്ടിച്ചോ എന്ന് തോന്നുന്ന തരത്തിലാണ് തിരഞ്ഞെടുപ്പ് ഫലം വന്നിരിക്കുന്നത്. മാത്രമല്ല, മറ്റാരുണ്ട് എന്ന തരത്തിലുള്ള ഒരു PR വർക്കിൻ്റെ ചോദ്യം ഉണ്ടല്ലോ. ആ ചോദ്യം തന്നെ നമ്മുടെ കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം നിഷ്പക്ഷരായ ആളുകളെ വിഷമിപ്പിക്കുന്നൊരു ചോദ്യമാണ് ഈ മറ്റാരുണ്ട് എന്ന് പറയും. ആ ഉണ്ട് എന്ന് പറയുന്ന തരത്തിലുള്ള വോട്ടർമാർക്ക് വരുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാകുമല്ലോ. ആ രീതിയിലുള്ള ചില പ്രതിഷേധങ്ങളാണ് ഈ അർത്ഥത്തിലുള്ള തിരഞ്ഞെടുപ്പ് ഫലത്തിന് യഥാർത്ഥത്തിൽ നിദാനം കാരണം എന്നാണ് മനസ്സിലാകുന്നത്. അത്ര വലിയ ഭരണമോശങ്ങളൊന്നും കഴിഞ്ഞ 10 വർഷത്തെ സംബന്ധിച്ചിടത്തോളം കൂടുതലെടുത്ത് പറയാനൊന്നുമില്ല.